നമസ്കാരം. എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാറ്റേൺ ഉണ്ടല്ലോ, നിരവധി സിനിമകളുടെ അപ്ഡേറ്റുകൾ, അതായത് 2-3 സിനിമകളുടെ അപ്ഡേറ്റുകൾ ഒന്നിച്ച് ഒരു വീഡിയോയിലൂടെ അവതരിപ്പിക്കുക എന്നുള്ളത്. ആ ഒരു രീതിയിലുള്ള ഒരു വീഡിയോ ആണ് ഇത്. ഇതിനകത്ത് 3 സിനിമകളുടെ ബോക്സ് ഓഫീസ് കണക്കുകളാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന് പുഷ്പ 2 എന്ന് പറയുന്ന സിനിമയുടെ കളക്ഷനുമായി ബേസ് ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബറോസ് എന്ന് പറയുന്ന സിനിമയുടെ കളക്ഷൻ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ നിരവധി ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഈ ഒരു വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ ഇന്നലെ റിലീസ് ചെയ്ത ഐഡന്റിറ്റി എന്ന് പറയുന്ന സിനിമ വളരെയധികം പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസും സമ്മിശ്രമായിട്ടുള്ള റെസ്പോൺസുകളും കിട്ടിയ ഒരു ചിത്രമാണ്. നെഗറ്റീവ് റെസ്പോൺസ് ആരും തന്നെ പറയുന്നത് കേട്ടില്ല. പിന്നെ കുറെ സിനിമ കാണാത്ത ഏത് സിനിമയെയും തെറി വിളിക്കാൻ മാത്രം നടക്കുന്ന കുറെ കമന്റുകൾ നമ്മൾ കാണുകയുണ്ട്. അത് നമ്മൾ തള്ളിക്കളയേണ്ട കാര്യമേ ഉള്ളൂ. അവർ ഏത് സിനിമ വന്നാലും അങ്ങനെ ഒരു തരംതിരിവ് കാണിക്കാറുണ്ട്. അത് ഇന്നലത്തെ നമ്മുടെ റിവ്യൂവിന്റെ കളക്ഷനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ എന്തിനേലും ഈ 3 സിനിമകളുടെയും കളക്ഷൻ തീർച്ചയായിട്ടും ബറോസ് എന്ന് പറയുന്ന സിനിമയുടെ കളക്ഷൻ നമ്മൾ ചെയ്തിട്ട് ഇപ്പോൾ 2-3 ദിവസമായി. പ്രത്യേകിച്ച് അങ്ങനെ കളക്ഷൻ ഒന്നും പറയാനില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അതിനെക്കുറിച്ച് കൂടുതൽ വീഡിയോസ് ഒന്നും വരാതിരുന്നത്. എന്ത് തന്നെയായാലും ഇപ്പോഴും പടം പിടിച്ചു നിൽക്കുന്നുണ്ട്. 2ാം വാരത്തിലേക്ക് കടന്നിട്ടുണ്ട്. 15 ദിവസത്തെ പോസ്റ്ററുകളൊക്കെ തന്നെ ഉണ്ട്. റിലീസ് ചെയ്ത എല്ലാ കേന്ദ്രങ്ങളിലും തന്നെ സിനിമ തുടരുന്നുണ്ട് എന്നുള്ളതും കൂടി ഇവിടെ എടുത്ത് പറയേണ്ടതുണ്ട്. പക്ഷെ കളക്ഷൻ അതനുസരിച്ചിട്ടുള്ള ഒരു ഉയർച്ച കാണാനും സാധിക്കുന്നില്ല. എല്ലായിടത്തും ഷോസിന്റെ എണ്ണമൊക്കെ കുറച്ചിട്ടുണ്ട്. വൈകുന്നേരങ്ങളിലെ ഷോകൾക്ക് അത്യാവശ്യം പിള്ളേർ കയറുന്നതായിട്ട് കാണുന്നുമുണ്ട്. പിള്ളേർ തന്നെയാണ് കയറുന്നത്. പിള്ളേർക്കുള്ള പടമാണെന്ന് പറഞ്ഞുകൊണ്ട് വേറെ വലിയവരാരും കയറാൻ ശ്രമിക്കുന്നുമില്ല. എന്തിനേലും ഐഡന്റിറ്റിക്ക് ഹൗസ്ഫുൾ ഷോസ് ഫസ്റ്റ് ഡേ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും വലിയ കാര്യമായിട്ടുള്ള ഒരു ഈ പറഞ്ഞ മാതിരി 3 കോടി 4 കോടി കളക്ഷൻ ഒന്നും വന്നില്ല. ടൊവിനോന്റെ ഇതിക്ക് മുമ്പ് വന്ന ARM എന്ന് പറയുന്ന സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 4 കോടിയോളം കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ച ഒരു അവസ്ഥയുണ്ടായിരുന്നു ഫസ്റ്റ് ഡേ തന്നെ. എന്നാൽ ഈ സിനിമയ്ക്ക് അങ്ങനെ സാധിച്ചിട്ടില്ല. വേൾഡ് വൈഡ് ആയിട്ട് ആദ്യ ദിവസം 4 കോടി കളക്ഷനാണ് വന്നിരിക്കുന്നത്. എന്നാൽ സിനിമയ്ക്ക് തമിഴ്നാട്ടിൽ തരക്കേടില്ലാത്ത റിലീസിംഗ് കിട്ടിയിട്ടുണ്ട് എന്ന് അറിയാൻ സാധിക്കുന്നു. വലിയ റിലീസ് ഒന്നുമല്ല, തരക്കേടില്ലാത്ത റിലീസാണ് സിനിമയ്ക്ക് തമിഴ്നാട്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. തമിഴിൽ നിന്ന് വന്ന റിവ്യൂസ് ഞാൻ കാണുകയുണ്ട്. എല്ലായിടത്തു നിന്നും പോസിറ്റീവായിട്ടുള്ള റിവ്യൂസ് ആണ് കാണാൻ സാധിക്കുന്നത്. തമിഴന്മാർക്ക് ടൊവിനോ തോമസിനോട് ഒരു താല്പര്യമുള്ളതായിട്ട് നേരത്തെ തോന്നിയിട്ടുണ്ട്. ഒരു പക്ഷേ ഈ പോസിറ്റീവ് റിവ്യൂസും കാര്യങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു ചെറിയ രീതിയിൽ ആ സിനിമയ്ക്ക് കളക്ഷൻ തമിഴ്നാട്ടിൽ നിന്നും വരാൻ സാധ്യത കാണുന്നുണ്ട്. ചെറുതാണെങ്കിൽ പോലും അതൊരു വലിയ ഒരു സംഭാവനയായിരിക്കും മലയാള സിനിമയെ സംബന്ധിച്ച്. ഈ സിനിമയുടെ ബഡ്ജറ്റിനെ കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ധാരണ കിട്ടുന്നില്ല. ഞാൻ കണ്ട ഏരിയകളിലെല്ലാം 12 കോടിയാണ് സിനിമയുടെ ബഡ്ജറ്റ് എന്നാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷെ സിനിമ കണ്ട എനിക്ക് കുറഞ്ഞത് ഒരു 30 കോടിയുടെ വാല്യൂ തോന്നിയിരുന്നു. അതിനുള്ള ഒരു ഐറ്റം ഉണ്ട് അതെന്ന് എനിക്ക് തോന്നിയിരുന്നു. ഏതാണ് സത്യമെന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് കണ്ടപ്പോൾ തോന്നിയത് ഒരു 30 കോടിയുടെ പടം ഉണ്ട് അത് എന്നാണ്. 12 കോടിയുടെ പടമാണ് എന്ന് നമുക്ക് തോന്നത്തില്ല. 12 കോടിക്കാണ് തീർത്തത് എന്നുണ്ടെങ്കിൽ സമ്മതിച്ചു കൊടുക്കേണ്ടിയിരിക്കുന്നു. കാരണം അത്ര വലിയ ഒരു ഗംഭീര വിഷ്വൽസ് നമുക്ക് നൽകിയതിന്. എന്ത് തന്നെയാലും ഐഡന്റിറ്റി എന്ന് പറയുന്ന സിനിമ ആദ്യ ദിവസം വേൾഡ് വൈഡ് ആയിട്ട് 4 കോടി കളക്ഷൻ നേടിയപ്പോൾ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 1 കോടി 80 ലക്ഷം രൂപയും തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് 15 ലക്ഷം രൂപയും നേടിയെടുത്തിട്ടുണ്ട്. അതായത് 1 കോടി 95 ലക്ഷം രൂപ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നും നേടിയെടുത്ത സിനിമയ്ക്ക് 2 കോടി 5 ലക്ഷം രൂപയോളം വിദേശ മാർക്കറ്റുകളിൽ നിന്നും നേടിയെടുക്കാൻ സാധിച്ചു. ചുരുക്കി പറഞ്ഞാൽ 4 കോടിയിൽ അധികവും പുറത്തു നിന്നാണ് വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയെടുക്കാം. അടുത്തത് പുഷ്പ 2 എന്ന് പറയുന്ന സിനിമയുടെ കളക്ഷനെ കുറിച്ചുള്ള വീഡിയോ ആണ്. കേരളത്തിൽ എല്ലാ റിവ്യൂവർമാരും സിനിമയെ അടച്ചാക്ഷേപിച്ച ഒരു സിനിമ, വളരെ വലിയ ഒരു ദുരന്തമായി മാറുമെന്ന് എല്ലാവരും വിധി എഴുതിയ സിനിമയുടെ ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോൾ തന്നെ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ച പോലെയുള്ള പോസ്റ്റുകളൊക്കെയാണ് പുറത്തിറങ്ങിയിരുന്നത്. പടം മോശമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ 28 ദിവസം പിന്നിടുമ്പോൾ 1800 കോടി രൂപ വേൾഡ് വൈഡ് കളക്ഷനുമായിട്ട് സിനിമ കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെയുള്ള കളക്ഷൻ റെക്കോർഡ് നോക്കുമ്പോൾ ഇന്ത്യയിലെ 2ാമത്തെ വലിയ ഹിറ്റായിട്ട് സിനിമ മാറിയിരിക്കുന്നു. ഒരു ഇന്ത്യൻ സിനിമ ഇന്ത്യക്കകത്ത് നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമയായിട്ട് ഈ ഒരു പുഷ്പ 2 എന്ന് പറയുന്ന സിനിമ മാറിയിരിക്കുന്നു. വിദേശ മാർക്കറ്റുകളിൽ നിന്ന് ഇനി ഏകദേശം 300 കോടി കൂടി നേടിയെടുക്കാൻ സിനിമയ്ക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഇത് വലിയ ഒരു വിജയമായി, അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിജയമായിട്ട് സിനിമ വിലയിരുത്തപ്പെടും. കാത്തിരിക്കാം. എനിക്ക് തോന്നുന്നത് ഇപ്പോഴും നല്ല ഫ്ലോയിൽ തന്നെയാണ് സിനിമയുടെ കളക്ഷൻ മുന്നോട്ട് പോകുന്നത്. ഏകദേശം 10 കോടിക്ക് അടുത്ത് ഓരോ ദിവസവും കളക്ഷൻ ഇപ്പോഴും കാണുന്നത്, ഓരോ ദിവസവും ഗ്രോത്ത് നോക്കുമ്പോൾ കാണുന്നുണ്ട്. അത് വെച്ച് മുന്നോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ സിനിമ 300 കോടി എത്തും. 300 കോടി കൂടി കടക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം. ചൈനയുടെ കാര്യമൊന്നും അറിയത്തില്ല. ചൈനയുടെ പേരിലാണ് പല സിനിമകളും ഇപ്പോൾ
താങ്ങി നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു സംഭവം കൂടി കിട്ടുവാണ് എന്നുണ്ടെങ്കിൽ അടിപൊളി ആയിരിക്കും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ നിലവിൽ 1800 കോടി രൂപ കളക്ഷൻ നേടി വലിയ വിജയമായിരിക്കുന്നു. ഹിന്ദിയുടെ ഒരു ഹിന്ദിയിൽ ഹിറ്റായതാണ് ഈ സിനിമയ്ക്ക് ഇത്രയും കളക്ഷൻ വരാൻ കാരണം. അത് ഹിന്ദി ബെൽറ്റിൽ മാത്രമല്ല, ഇന്ത്യക്ക് പുറത്തും ഹിന്ദി ഭാഷയിലുള്ള സിനിമയ്ക്കാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ വന്നിരിക്കുന്നത് എന്നുള്ളത് കൂടി ഇവിടെ വിലയിരുത്തേണ്ടതുണ്ട്. അടുത്തത് ബറോസ് എന്ന് പറയുന്ന സിനിമയെ കുറിച്ചാണ് പറയേണ്ടത്. മോഹൻലാലിന്റെ ഒരു ആഗ്രഹ പൂർത്തീകരണം എന്നുള്ള രീതിയിലുള്ള ഒരു സിനിമയായിരുന്നു അത് എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ രീതിയിലുള്ള ഒരു കളക്ഷൻ മാത്രമാണ് ആ സിനിമയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതും. ഇപ്പോൾ ഒരാഴ്ച പിന്നിട്ടിരിക്കുന്ന സിനിമയ്ക്ക് വേൾഡ് വൈഡ് ആയിട്ട് വെറും 16 കോടി രൂപ മാത്രമാണ് കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചത്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 10 കോടി 28 ലക്ഷം രൂപയോളം നേടിയെടുക്കാൻ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിലും 9ാം ദിവസമായിട്ടുള്ള ഇന്നലെ വെറും 28 ലക്ഷം രൂപ മാത്രമാണ് ചിത്രത്തിന് കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചത്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 28 ലക്ഷം രൂപ മാത്രമാണ് കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചത് എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട്. 28 ലക്ഷം രൂപ എന്ന് പറയുന്നത് സാധാരണ രീതിയിലുള്ള ഒരു സിനിമയ്ക്ക്, ഇവിടെ ഒരു ആവറേജ് അഭിപ്രായമൊക്കെ കിട്ടിയ ഒരു 50 കോടിയൊക്കെ അടിക്കുന്ന ഒരു സിനിമയ്ക്ക് 2ാം വാരത്തിൽ വർക്കിംഗ് ഡേയ്സിൽ കിട്ടുന്ന ഒരു കണക്കാണ് ഈ പറഞ്ഞ സംഭവം. അപ്പോൾ ഇത് ആദ്യ വാരത്തിലെ വർക്കിംഗ് ഡേയ്സിൽ തന്നെ 28 ലക്ഷം രൂപയിലേക്കൊക്കെ താഴ്ന്നു എന്നുണ്ടെങ്കിൽ സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഇനി അധികം മുന്നോട്ട് പോവില്ല എന്നുള്ള കാര്യം ഊഹിക്കാം. കൂടിപ്പോയാൽ ഇവരുടെ ഒരു ഹോൾഡൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10 ദിവസം കൂടി അല്ലെങ്കിൽ 2 ആഴ്ച കൂടി സിനിമ ചിലപ്പോൾ കേരള ബോക്സ് ഓഫീസിൽ പിടിച്ച് നിന്നേക്കാം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ 10 കോടി 28 ലക്ഷം രൂപ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കിട്ടിയെന്ന് പറയുന്ന സിനിമയ്ക്ക് ഒരു കുറഞ്ഞ പക്ഷം ഒരു 15ലേക്ക് എത്തിയേക്കാം. അത്രയും മാത്രമേ ഈ സിനിമയ്ക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. എന്നിരുന്നാൽ പോലും വേൾഡ് വൈഡ് ഒരു 20-22 കോടി രൂപയിൽ അവസാനിക്കാനാണ് സാധ്യത. വേൾഡ് വൈഡ് എന്ന് പറയുമ്പോൾ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് ഓട്ടം കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ കേരളത്തിലെ ആ ഓട്ടം മാത്രമേ ഉള്ളൂ. മോഹൻലാൽ അതിന്റെ ഇടയ്ക്ക് വന്ന് പറയുന്നത് കേട്ടിരുന്നു, ഇത് സിനിമ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പിടിച്ച സിനിമയല്ല, ഇതൊരു ആഗ്രഹ പൂർത്തീകരണം, തന്റെ ഒരു ആഗ്രഹം പൂർത്തീകരിക്കുക എന്നുള്ള രീതിയിൽ ചെയ്ത പടമാണ്. മാത്രവുമല്ല അതിന് ഞങ്ങൾ ലാഭം നോക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ലാഭം നോക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഇത്രയും കാശ് മുടക്കി 80 കോടി 100 കോടി മുടക്കിയിട്ട് ഇതുപോലെ ഒരു സിനിമ പിടിക്കേണ്ട കാര്യമില്ലായിരുന്നു. സത്യത്തിൽ സിനിമ പിടിക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല. എന്ത് തന്നെയാലും ചെയ്തത് വെച്ച് നോക്കുന്ന സമയത്ത് ഒരു വലിയൊരു അത്ഭുതം എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. സിനിമയുടെ കണ്ടന്റ് അത്രയും അങ്ങോട്ട് വർക്കായില്ല എന്ന് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ അത് കണക്ഷൻ വിട്ടുപോയി പ്രേക്ഷകരുമായിട്ടുള്ള എന്നുള്ളൊരു സംഭവം മാത്രമേ ഉള്ളൂ. ഇപ്പോഴും പലരും പടം കാണാനായിട്ട് പോകുന്നുണ്ട്. തിയേറ്ററിലൊക്കെ നോക്കുന്ന സമയത്ത് കുട്ടികളൊക്കെ ആയിട്ട് വരുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 28-25 ലക്ഷം 20 ലക്ഷം എന്നുള്ള രീതിയിലൊക്കെ സിനിമയുടെ കളക്ഷനുമായിട്ട് മുന്നോട്ട് പോകാനാണ് സാധ്യത. മോഹൻലാൽ സിനിമകളുടെ പരാജയ ലിസ്റ്റിലേക്ക് ഒരു സിനിമ കൂടി എന്ന് തന്നെ പറയാം. അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ. പുഷ്പയുടെ കളക്ഷൻ 1800 കോടി കടന്നിരിക്കുന്നു. അത് ഇനി 1900ലേക്ക് കടക്കും എന്നുള്ളൊരു കാര്യത്തിൽ സംശയം വേണ്ട. 2000 കോടി കടക്കും എന്നുള്ള കാര്യത്തിലും സംശയം വേണ്ട. ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ കളക്ഷൻ ആവുമോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഐഡന്റിറ്റിക്ക് നല്ല ഒരു തുടക്കം കിട്ടിയിരിക്കുന്നു. 4 കോടി വേൾഡ് വൈഡ് ഫസ്റ്റ് ഡേ കളക്ഷൻ കിട്ടിയെന്നുണ്ടെങ്കിൽ 1 കോടി 80 ലക്ഷം രൂപയോളം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വലിയ ഒരു കളക്ഷൻ തന്നെ സിനിമയ്ക്ക് പ്രതീക്ഷിക്കാം. കുറഞ്ഞത് 50 കോടി രൂപയിലേക്ക് എത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ബറോസ് ഏകദേശം 16 നിന്ന് ഒരു 20 വരെ എത്താനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും കമന്റുകൾ പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.